അമ്മ കടയിൽ നിന്ന് പോയിട്ട് വന്നാ? കറണ്ട് പോയി വന്നോണ്ടിരിക്കുന്നു. ആഹാരം കഴിച്ചാ? ഇല്ല. എന്ത് പറ്റി? എഴുന്നേറ്റ് ഇപ്പൊ വന്നേ ഉള്ളൂ. പല്ലൊക്കെ തേച്ച് 8 മണിക്കൂർ എനിക്ക് ഉറങ്ങണം. ഞാൻ ഇന്നലെ രാത്രി 2 മണിക്ക് ഉറങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ 10 മണിയാകുമ്പോ എഴുന്നേക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ആഹാരം കഴിക്കാം. എന്തോ കഴിക്കാൻ? ഇടിയപ്പോ? നീ എന്തോടെ ഇരിക്കുന്നത്? മുട്ട. ഇന്ന് ഞാൻ എന്ത് ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുന്ന ഞാൻ ഓർത്തിട്ടില്ല. ഇന്നലെ ഉറങ്ങാനേരത്ത് ഓർത്തിട്ട് കിടക്കാൻ പറഞ്ഞപ്പോ ഉറങ്ങാനേരത്ത് ഉറങ്ങിക്കിടന്ന് പിന്നെ രാവിലെയായി. അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുന്ന വഴി ഓർക്കാൻ ശ്രമിക്കട്ടെ. വല്ലതും കിട്ടിയാൽ നമുക്ക് ഇന്ന് തന്നെ പോകണം. വല്ലതും കിട്ടിയില്ലെങ്കിൽ അങ്ങനെ 2 വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമെന്ന് പറയുന്നത് എനിക്കിപ്പോൾ അടുത്ത വീഡിയോ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്ത് ഐഡിയ ആയിട്ട് പോകണമെന്ന് അറിയത്തില്ല. പിന്നെ ക്യാമറമാനെ മെസ്സേജ് ചെയ്തിട്ടില്ല, അവൻ വരുവാന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഐഡിയ കിട്ടിയാൽ തന്നെ ക്യാമറമാൻ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഐഡിയ അരമണിക്കൂർ കിട്ടുവാന്ന് അറിയത്തില്ല. എന്താ ഇത്രയും ചെറിയ ഫുഡ്? ഇതെന്തുവാണ്? മുട്ടയും ബീൻസും ചോറുവാ, കഞ്ഞിയാ. ഞാൻ ഇത്രയും ചോറ് കഴിക്കാറില്ല. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഡയറ്റിലോട്ടുള്ള പൈസ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ആക്കണം. പൈസ മാത്രമല്ല, സുന്ദരം ഉണ്ടാക്കേണ്ടിയും വരും. ഏതപ്പോ വീഡിയോ എടുക്കാൻ പോയില്ല കേട്ടാ. ക്യാമറമാൻ മെസ്സേജ് ഒന്നും കണ്ടില്ല. പിന്നെ അവൻ മെസ്സേജ് കണ്ടുവന്നപ്പം താമസിക്കുകയും ചെയ്ത്. അവൻ എന്തായാലും നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിപാടിക്കല്ലേ, പ്രതീക്ഷിക്കാം. അവൻ വരും. ഇപ്പം എന്തായാലും ജിമ്മിലോട്ട് പോവുക. പിന്നെ നാളെ വീഡിയോ എടുക്കേണ്ട വീഡിയോ ഐഡിയ എനിക്ക് കിട്ടി. മറ്റേ നമ്മളൊരു വീഡിയോ ചെയ്തില്ലല്ലോ എതിരായിട്ടും. ആ പൈസ എണ്ണുന്ന അത് നമുക്ക് നാളെ ചെയ്യാം. പൈസ എണ്ണുന്ന വീഡിയോ അതൊക്കെ വൈറൽ ബുക്കുകളുടെ വൈറൽ വീഡിയോ ഞാൻ അർജുൻ എംപി ഉണ്ടാക്കാറുള്ളത്. പോവായിരിക്കും അല്ലേ ദൈവമേ. വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്ത് വേണം കുടിക്കാനുള്ളത്. അല്ലെങ്കിൽ അച്ഛൻ്റെ വായിരിക്കുന്ന ഫുള്ളും കേൾക്കും. അച്ഛൻ അതിനൊക്കെ ദൈവമേ പറയണ്ട. അതൊക്കെ റിസ്ക് ആണ് എടുത്തില്ലെങ്കിൽ. ആശാൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല ഗോൾഡൻ പ്ലേ വട്ടം വന്ന കാര്യം. 1 മില്യൺ അടിച്ചപ്പോൾ തന്നെ ആശാൻ പിന്നെയും കേക്ക് മുറിക്കാൻ പോയതാ. ഞാൻ ആ സമയത്ത് ഗോൾഡൻ പ്ലേ വട്ടം വരട്ടെന്ന് പറഞ്ഞ്. ഇപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല. അത് നോക്കാം എന്തായാലും. ഇപ്പോൾ അറിഞ്ഞാലും അറിയത്തില്ല. ചിലപ്പോൾ ഇന്നാളെ അറിയുമായിരിക്കും. എൻ്റെ ജിമ്മിൽ ഒടുക്കുക തിരക്കാണ്. നോക്കി എത്ര ബൈക്കും ഓരോ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. ഇവ തിരക്കുണ്ടോ ഇവിടെ? അകത്ത് കൊടുക്കുക തിരക്കാണല്ലോ. കഴിഞ്ഞ 4 ദിവസമായിട്ട് നല്ല കൺസിസ്റ്റൻ്റ് ആണ് ഞാൻ. ഇന്നലെ പോകാൻ ഞായറാഴ്ച ആയതുകൊണ്ടാണ്. പക്ഷെ വൈകുന്നേരം പോകുമ്പോൾ എനിക്ക് നല്ല പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ മേടിക്കണം. ഷൂ മേടിക്കാത്ത പക്ഷേ എൻ്റെ കാലിൻ്റെ പാട് ഫ്ലോറേ വരുന്നുണ്ട്. അത് കാര്യം കൊടുക്കുക സെൽഫ് കോൺഷ്യസ് ആവുന്നുണ്ട് ഞാൻ ജിമ്മിനകത്ത്. എന്ന് വെച്ചാൽ ആശാൻ എന്തെങ്കിലും എന്ന് പറയും, അതെനിക്ക് അറിയാം. അത് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് സെൽഫ് കോൺഷ്യസ്നെസ് വരുന്നത്. മഴ കൂടുതൽ റോഡ് ഫുള്ളും ഫ്രീയാ. മഴയത്ത് ആരിറങ്ങുക? മഴയത്ത് നനയാൻ താല്പര്യമുണ്ട്, പക്ഷേ ഫോൺ നനയുന്നതുകൊണ്ട് ഇതിന് വേണ്ടെന്ന്. കുറച്ചേറെ കൂടിയാൽ തോന്നുന്നു മഴ. പെട്ടെന്ന് വീട്ടിലെത്തട്ടെ. ക്രോക്സിന്റെ ഇറങ്ങി വന്നല്ലേ, എന്ത് വേണിത്? കുറെ നാളെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇറങ്ങി വരുമല്ലോ. പക്ഷേ മഴയത്ത് കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ കുളിച്ചിട്ട് ഇപ്പോൾ ഇരിക്കുവാണ് ഞാൻ. ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അമ്മ. പക്ഷെ ഇത്രയും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എന്തിനാണ് ചെയ്യുമ്പോൾ കഞ്ഞി ഇത്ര ഉണ്ടാക്കി? ഞാൻ എൻ്റെ ഇത്രയും ഭാഗമാണ് കഴിക്കുക. പിന്നെ മീൻ വറുത്തത്. അപ്പോൾ എൻ്റെ വിരൽ കാണാമല്ലേ. പുതിയ ആനിമയുടെ എപ്പിസോഡ് പോലെ വന്നിട്ടാണ് നോക്കട്ടെ. ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. ഞാൻ ജ്യൂസും മേടിച്ചിട്ട് വരുവാണ്. ജ്യൂസ് ആണോ? കൊള്ളാമോ? അല്ലേ വല്ല ചീഞ്ഞ തണ്ണിമത്തനാണോ? എനിക്ക് വലിയ വിശ്വാസം ഇല്ല. അല്ല, ആനിമ കണ്ടോണ്ടിരിക്കുന്ന ഇടക്കാണ്. അല്ലേ കുഴപ്പമില്ല, ഞാൻ കുടിക്കാം. അമ്മ കുടിക്കണ്ട. നമ്മ അല്ലെങ്കിലും മനസ്സാരം ഇടത്തില്ലല്ലോ. എന്നാ ഒരു ഗ്ലാസും കൂടെ വേണ്ട. നമ്മുടെ കാണത്തില്ല. വേണ്ട. സത്യം പറയുന്ന ഇല്ല. അതേ കുഴപ്പമില്ല. ഉണ്ടെങ്കിലും വേണ്ട. ഞാൻ സഹിച്ചു. സത്യത്തിൽ ഇതിന്റെ കഥ എന്തുകൊണ്ട്? ഓരോ പല പല ഇതാണ്. ഒരെണ്ണം തന്നെ അല്ല വർഷം കാണുന്ന ആനിമ. കുഞ്ഞിലെ ചെറിയ ഇത് കുറ്റം പറയാൻ ഇരിക്കണ്ട. അമ്മേനെ ഇവിടുന്ന് വെക്കും. കുറ്റം പറയാൻ വേണ്ട. ചെറിയ ക്ലാസ് തൊട്ട് കണ്ടോട്ടെ. ചെറിയ ക്ലാസ് തൊട്ട് കണ്ടേ അല്ലേ അമ്മേ? ഞാൻ ആനിമ കാണുന്നത് കേരളത്തിൽ തന്നെ നല്ല ഹൈ ലെവലിലാണ്. എത്ര കണ്ടിരിക്കുന്ന എനിക്ക് പോലും അറിയത്തില്ല. പോക്കോ ചു 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 ചു. എല്ലാവരും എൻ്റെ വീട്ടിൽ ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഞാനതും കുറച്ച് വർക്ക് ചെയ്യുമായിരുന്നു PC ക്കകത്ത്. ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.